Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 3ലെ രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഫസ്റ്റ്, centroid of composite section and second, moment of inertia of composite section. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് centroid of composite section ആണ്. Composite sectionന്റെ centroid കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സിന്റെ centroid നിങ്ങൾ അറിഞ്ഞിരിക്കണം. So first ഞാൻ തന്നേക്കുന്നത് simple geometric figures ന്റെ centroid ആണ്. That is centroid of a rectangular section having base B and depth D. X bar is equal to B by 2 and Y bar is equal to D by 2. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ simple geometric figures ന്റെ centroid by heart ചെയ്യുമ്പോൾ ഈ figure കൂടെ നിങ്ങളുടെ മനസ്സിൽ വരണം. Okay. Similarly, for a right angle triangle, X bar is equal to B by 3 and Y bar is equal to H by 3. And for an isosceles triangle symmetric about Y axis, X bar is equal to 0, Y bar is equal to H by 3. For an inverted right angle triangle as shown in figure, X bar is equal to 2B by 3 and Y bar is equal to 2H by 3. Similarly, for an isosceles triangle, X bar is equal to B by 2 and Y bar is equal to H by 3. Then for a circle, X bar is equal to Y bar is equal to D by 2. Okay. അപ്പോൾ ഈ 6 ഫിഗേഴ്സിന്റെയും സെൻട്രോയിഡ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സെൻട്രോയിഡ് മാത്രമല്ല, ഈ ഫിഗേഴ്സും കൃത്യമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. Similarly, next, centroid of a sector symmetric above x-axis. Symmetric about x-axis ആണെങ്കിൽ y bar 0 ആയിരിക്കും. X bar is 4r sin alpha by 2 divided by 3 alpha. Then quarter of a circle, X bar is equal to 4r by 3 pi, Y bar is equal to 4r by 3 pi. Sector in first quadrant, X bar is equal to 2r by 3 alpha into sin alpha, Y bar is equal to 2r by 3 alpha into 1 minus cos alpha. Then semicircle symmetric about y-axis, X bar is equal to 0, Y bar is equal to 4r by 3 pi. Semicircle, X bar is equal to r, Y bar is equal to 4r by 3 pi. Then an inverted semicircle as shown in figure, X bar is equal to r, Y bar is equal to r minus 4r by 3 pi. Okay. So minimum ഇത്രയും simple geometric figures ന്റെ centroid നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഏത് composite sectionന്റെ centroid easily calculate ചെയ്യാം. Okay. The next, composite sectionന്റെ centroid എങ്ങനെ calculate ചെയ്യും എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു composite section തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും centroid നമ്മൾ locate ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് mutually perpendicular axes ൽ നിന്നുള്ള distance വെച്ചിട്ടാണ്. Okay. അപ്പോൾ നമ്മൾ usually XY axis ആണ് reference axis ആയിട്ട് എടുക്കുന്നത്. So ഒരു composite section തന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? reference axis fix ചെയ്യുക. Okay. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ റെഫറൻസ് ആക്സിസ് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ റെഫറൻസ് ആക്സിസ് തന്നില്ല എങ്കിൽ നിങ്ങൾ റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നേക്കുന്ന സെക്ഷന് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നേക്കുന്ന സെക്ഷന് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ ആക്സിസ് ഓഫ് സിമെട്രിയെ റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കുക. ക്ലിയർ ആയോ? നിങ്ങൾക്ക് തന്നേക്കുന്ന സെക്ഷന് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ ആക്സിസ് ഓഫ് സിമെട്രി വേണം റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കാം. ഓക്കെ. ആക്സിസ് ഓഫ് സിമെട്രി ഇല്ല എങ്കിൽ XY ആക്സിസ്, സാധാരണ നമ്മൾ സെക്ഷന്റെ അറ്റത്തു നിന്ന് XY ആക്സിസ് എടുക്കുക. ഓക്കെ. Then next step എന്ന് പറയുന്നത് divide the composite section into simple geometric figures. നിങ്ങൾക്ക് തന്നിരിക്കുന്ന composite sectionനെ simple geometric figures ആയിട്ട് divide ചെയ്യാം. കാരണം നമുക്ക് simple geometric figuresന്റെ centroid calculate ചെയ്യാനായിട്ടുള്ള formulas അറിയാം. ഓൾറെഡി ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോമ്പോസിറ്റ് സെക്ഷനെ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ദെൻ എക്സ് ബാർ ആൻഡ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു a1x1 പ്ലസ് a2x2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര. അതായത് നിങ്ങളുടെ a1 a2 a3 എന്ന് പറയുന്നത് നിങ്ങൾ തന്നിരിക്കുന്ന കോമ്പോസിറ്റ് സെക്ഷനെ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യില്ലേ, ആ ഓരോ ജോമെട്രിക് ഫിഗറിന്റെയും ഏരിയ ആണ് a1 a2. x1 x2 എന്ന് പറയുന്നത് ഓരോ സിമ്പിൾ ജോമെട്രിക് ഫിഗറിന്റെയും y ആക്സിസിലോട്ടുള്ള റെഫറൻസ് y ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്.
Similarly, y bar is equal to a1 y1 plus a2 y2 plus etc. divided by a1 plus a2 plus etc. where a1 a2 etc. simple geometric figures in the area ആണ്. y1 y2 എന്ന് പറയുന്നത് ഓരോ simple geometric figure ന്റെ centroid മുതൽ reference x axis വരെയുള്ള distance ആണ്. Okay. അപ്പൊ ഇങ്ങനെയാണ് composite section ന്റെ centroid calculate ചെയ്യുന്നത്. Okay. ഇനി നമുക്ക് ഓരോ problem ആയിട്ട് നോക്കാം. First problem, determine the centroid of the shaded area shown in figure. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ shaded ഏരിയയുടെ centroid calculate ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. Okay. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ centroid calculate ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫിക്സ് ദി റെഫറൻസ് ആക്സിസ്. Okay. ഇനി റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് തന്നേക്കുന്ന ഫിഗറിൽ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടോ എന്ന് നോക്കാം. ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രി റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കാം. ഇവിടെ തന്നേക്കുന്ന ഫിഗറിൽ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടോ? ഇല്ല. ഈ ഫിഗറിൽ ആക്സിസ് ഓഫ് സിമെട്രി ഇല്ല. സോ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ y ആൻഡ് x ആക്സിസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ xy റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കുക. ഓക്കെ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നേക്കുന്ന കോമ്പോസിറ്റ് സെക്ഷനെ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ കോമ്പോസിറ്റ് സെക്ഷനെ ഫസ്റ്റ് ഒരു റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിനെ ഞാൻ 1 എന്ന് നെയിം ചെയ്തു. ദെൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഞാൻ അതിനെ സെക്ഷൻ 2 എന്ന് നമ്പർ ചെയ്തു. ദെൻ ഒരു again ഒരു റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിനെ ഞാൻ സെക്ഷൻ 3 എന്ന് മാർക്ക് ചെയ്തു. ശ്രദ്ധിക്കുക, എനിക്ക് ഷെയ്ഡഡ് പോർഷന്റെ സെൻട്രോയിഡ് മാത്രം മതി. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റും സെക്കൻഡും സെക്ഷന്റെ സെൻട്രോയിഡിൽ നിന്നും തേർഡ് സെക്ഷൻ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. തേർഡ് സെക്ഷന്റെ സെൻട്രോയിഡ് ഡിഡക്ട് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? എനിക്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷന്റെ മാത്രം സെൻട്രോയിഡ് മതി. അതായത് ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിന്നും റെക്ടാംഗിൾ കട്ട് ചെയ്ത് മാറ്റണം. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡിൽ നിന്നും തേർഡ് സെക്ഷന്റെ സെൻട്രോയിഡ് ഡിഡക്ട് ചെയ്യുക. സോ എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? a1x1 plus a2x2 minus a3x3 divided by a1 plus a2 minus a3. Similarly, y bar is a1y1 plus a2y2 minus a3y3 divided by a1 plus a2 minus a3. Okay. ഇനി ഓരോ സെക്ഷന്റെ ആയിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. a1 ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ b into d, that is 4 into 9. Okay. Then a2 right angle triangle the area half bh, half into 2 into 9. Then a3 അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന റെക്ടാംഗുലർ പോർഷന്റെ ഏരിയ 3 into 4. Okay. ഇനി x1 ശ്രദ്ധിക്കുക, x1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റെഫറൻസ് y ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വലിയ റെക്ടാംഗിൾ ആണ്. ആ വലിയ റെക്ടാംഗിളിന്റെ സെൻട്രോയിഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെൻട്രോയിഡ് മുതൽ റെഫറൻസ് y ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 4/2. ഇനി x2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റെഫറൻസ് y ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് വരെയുള്ള ഡിസ്റ്റൻസ് 2/3 ആണ്. ഓക്കെ. സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ ഫിഗർ ശ്രദ്ധിക്കുക, ഓൾട്ടിറ്റ്യൂഡ് വരെയുള്ള ഡിസ്റ്റൻസ് 2/3 ആണ്. പ്ലസ് 4 കൂടെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് x2 ആവത്തുള്ളൂ. റെഫറൻസ് y ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ x2 എന്ന് പറയുന്നത് 4 plus 2/3. സിമിലർലി x3 കാൽക്കുലേറ്റ് ചെയ്യാം. തേർഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റെഫറൻസ് y ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 3/2. ഓക്കെ. സിമിലർലി y1 കാൽക്കുലേറ്റ് ചെയ്യാം. y1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റെഫറൻസ് x ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 9/2. Then y2 എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റെഫറൻസ് x ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ഇത് ഇൻവേർട്ടഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ 2h/3. Then y3 എന്ന് പറയുന്നത് സെക്ഷൻ 2 ഇൻവേർട്ടഡ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ y2 എന്ന് പറയുന്നത് 2h/3 ആയിരിക്കും. സിമിലർലി y3 എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷന്റെ തേർഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റെഫറൻസ് x ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 2 plus 4/2. ഓക്കെ. അപ്പോൾ a1 a2 a3 y1 y2 y3 x1 x2 x3 കിട്ടിക്കഴിഞ്ഞാൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് x bar ആൻഡ് y bar. ഓക്കെ. ഇങ്ങനെയാണ് കോമ്പോസിറ്റ് സെക്ഷന്റെ സെൻട്രോയിഡ്
കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു കോമ്പോസിറ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഈ കോമ്പോസിറ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഈ കോമ്പോസിറ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്യുക. ഈ ഫിഗറിൽ ആക്സിസ് ഓഫ് സിമെട്രി ഒന്നും തന്നെ ഇല്ല. സോ എന്ത് ചെയ്യുക, അറ്റത്തുനിന്ന് തന്നെ റെഫറൻസ് ആക്സിസ് എക്സ് ആൻഡ് വൈ എടുക്കുക. ഇനി ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ ഒരു വലിയ റെക്ടാങ്കിൾ ഈ ഫുൾ ഒരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യാം. Okay, having base 150 mm and depth 150 mm. അതായത് ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുക. ആ വലിയൊരു സ്ക്വയറിൽ നിന്നും എന്ത് ചെയ്യുക, റൈറ്റ് ആംഗിൾ ട്രയാംഗിളും സെമി സർക്കിളും ഡിഡക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആ വലിയ സ്ക്വയറിനെയാണ് സെക്ഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ 2 എന്ന് മാർക്ക് ചെയ്തു, സെമി സർക്കിളിനെ 3 എന്ന് മാർക്ക് ചെയ്തു. അപ്പോ വലിയ സ്ക്വയറിൽ നിന്നും റൈറ്റ് ആംഗിൾ ട്രയാംഗിളും സെമി സർക്കിളും നമ്മൾ ഡിഡക്ട് ചെയ്യുക. So x bar എന്ന് പറയുന്നത് a1 x1 minus a2 x2 minus x3 a3 x3 divided by a1 minus a2 minus a3. Similarly, y bar is equal to a1 y1 minus a2 y2 minus a3 y3 divided by a1 minus a2 minus a3. Okay, a1 a2 a3 തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ ഓരോ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സിന്റെയും ഏരിയ, x1 x2 x3 y ആക്സിസിലോട്ടുള്ള ഓരോ സിമ്പിൾ ജോമെട്രിക് ഫിഗറിന്റെയും സെൻട്രോയിഡ് മുതൽ y ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, y1 y2 y3 ഓരോ സിമ്പിൾ ജോമെട്രിക് ഫിഗറിന്റെയും സെൻട്രോയിഡ് മുതൽ റെഫറൻസ് x ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, x1 x2 x3 y1 y2 y3 കാൽക്കുലേറ്റ് ചെയ്യാം ആൻഡ് ഫൈനലി ഫൈൻഡ് x bar and y bar. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കോമ്പോസിറ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the next composite sectionന്റെ moment of inertia calculate ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. So moment of inertia calculate ചെയ്യുന്നതിന് മുന്നേ നമ്മൾ composite sectionന്റെ moment of inertiaലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സെൻട്രോയിഡിൽ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സിന്റെ സെൻട്രോയിഡ് പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സിന്റെ moment of inertia ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ റെക്ടാങ്കുലർ സെക്ഷന്റെ moment of inertia ആണ് നോക്കാനായിട്ട് പോകുന്നത്. So moment of inertia of a rectangular section about its centroidal axis 1/12 into length of side parallel to the axis into cube of other side. For rectangular section the moment of inertia about centroidal axis 1/12 into length of side parallel to the axis into cube of other side. That is Ixx ആണെങ്കിൽ 1/12 into BD cube, Iyy ആണെങ്കിൽ 1/12 into DB cube. Xx and Yy centroidal axis ആണ് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. The next moment of inertia of a rectangular section about its base. Rectangular sectionന്റെ ബേസിന് about ആയിട്ടാണ് നമ്മൾ moment of inertia calculate ചെയ്യുന്നതെങ്കിൽ ഫോർമുല BD cube by 3. Okay, ഇത്രയും ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക. Then next isosceles triangle. Moment of inertia of a triangular lamina about its base. ഈ ട്രയാങ്കിളിന്റെ ബേസ് PQ ന് about ആയിട്ടാണ് moment of inertia എടുക്കുന്നതെങ്കിൽ വാല്യൂ BH cube by 12. Then moment of inertia about centroidal axis parallel to the base. ശ്രദ്ധിക്കുക, ഐസോസിലസ് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡൽ ആക്സിസ് പാരലൽ ടു ദ ബേസ്, PQ ന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസ്, ദാറ്റ് ഈസ് XX ആക്സിസ് ആണ്. സോ Ixx എന്ന് പറയുന്നത് BH cube by 36. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, സെൻട്രോയിഡൽ moment of inertia of a triangular section about its centroidal axis parallel to base. ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസിന് about ആയിട്ടുള്ള moment of inertia ആണ് BH cube by 36. Then moment of inertia about an axis through the vertex parallel to the base. ഈ ട്രയാങ്കിളിന്റെ vertex, അതായത് ആറിലൂടെ ഒരു ആക്സിസ് വരയ്ക്കുകയാണ്, ബേസിന് പാരലൽ ആയിട്ട് നമ്മൾ ആറിലൂടെ ഒരു ആക്സിസിന് വരയ്ക്കുകയാണെങ്കിൽ ആ ആക്സിസിന് about ആയിട്ടുള്ള moment of inertia BH cube by 4. Okay. Then next moment of inertia of a circle about its centroidal axis. ഒരു സർക്കിളിന്റെ moment of inertia about centroidal axis pi d raised to 4 divided by 64. Then semicircle the case la moment of inertia of a semicircle about its base. Semicircle the base AB ആണ്, AB ക്ക് about ആയിട്ടാണ് moment of inertia എടുക്കുന്നതെങ്കിൽ IAB is equal to pi d raised to 4 divided by 120. Then moment of inertia about centroidal axis parallel to base. Moment of inertia about centroidal axis parallel to base, അതായത് Ixx. ഫിഗർ ശ്രദ്ധിക്കുക, Ixx ആണ് 0.11 r raised to 4. Then moment of inertia about its centroidal axis perpendicular to base.
moment of inertia about central axis perpendicular to base. Base ന് perpendicular ആയിട്ടുള്ള axis ന് about ആയിട്ടുള്ള moment of inertia, that is Iyy is equal to pi d raised to 4 divided by 128. Then next quarter of a circle ആണ് moment of inertia about centroidal axis, that is Ixx and Iyy is equal to 0.055 r raised to 4. Okay. അപ്പോൾ ഇത്രയും ഫോർമുലാസ് ആണ് moment of inertia നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. Okay. Then moment of inertia of composite section ലോട്ട് കിടക്കാം. ശ്രദ്ധിക്കുക, ഒരു composite sectionന്റെ moment of inertia നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് parallel axis theorem യൂസ് ചെയ്തിട്ടാണ്. ഓൾറെഡി parallel axis theorem എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള moment of inertia Ig, ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റ് ഏതൊരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള moment of inertia IAB എന്ന് പറയുന്നത് will be equal to Ig plus AX square, where h is the distance between centroidal axis and reference axis. Okay. So parallel axis theorem യൂസ് ചെയ്തിട്ടാണ് നമ്മൾ moment of inertia of composite section calculate ചെയ്യുന്നത്. Okay. ഇനി ശ്രദ്ധിക്കുക, moment of inertia രണ്ട് ടൈപ്പ് പ്രോബ്ലം ആണ് വരുന്നത്. ഫസ്റ്റ്, നിങ്ങൾക്ക് ഒരു given axis തന്നിട്ടുണ്ടായിരിക്കും. ആ ആക്സിസിന് അബൌട്ട് ആയിട്ട് moment of inertia കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. സെക്കൻഡ്, moment of inertia about centroidal axis calculation. Okay. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ആക്സിസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ആക്സിസിന് അബൌട്ട് ആയിട്ട് moment of inertia കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് moment of inertia കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ. അപ്പൊ ഈ രണ്ട് രീതിയിലെ പ്രോബ്ലവും എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ തന്നിട്ടാണ്. കമ്പ്യൂട്ട് ദ moment of inertia of given section about its base and centroidal axis parallel to base. അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് പ്രോബ്ലം ആണ് ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ വരുന്നത്. അതായത് തന്നിരിക്കുന്ന സെക്ഷന്റെ moment of inertia about base കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ഈ ഫിഗറിന്റെ ബേസ്, അതായത് നമ്മുടെ ബേസ് ആണ് ആക്സിസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ആ ബേസിന് അബൌട്ട് ആയിട്ട് moment of inertia കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ബേസ് ആണ് റെഫറൻസ് ആക്സിസ്. അത് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഈ സെക്ഷന്റെ സെൻട്രോയിഡൽ ആക്സിസ്, ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് moment of inertia കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, moment of inertia രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഒന്ന് റെഫറൻസ് ആക്സിസ് തന്നിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ പാർട്ടിൽ ബേസ് റെഫറൻസ് ആക്സിസ് ആയിട്ട് തന്നിട്ടുണ്ട്. ബേസിന് അബൌട്ട് ആയിട്ട് moment of inertia കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് moment of inertia about centroidal axis. ഇവിടെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് centroidal axis ന് അബൌട്ട് ആയിട്ട് moment of inertia കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഞാൻ moment of inertia about base, നിങ്ങൾക്ക് റെഫറൻസ് ആക്സിസ് തന്നിട്ടുണ്ട്. റെഫറൻസ് ആക്സിന് അബൌട്ട് ആയിട്ടാണ് moment of inertia കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന കോമ്പോസിറ്റ് സെക്ഷനെ സിമ്പിൾ ജോമെട്രിക് ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ ബേസിലൂടെ ഒരു XX എന്ന ആക്സിസ് വരച്ചു. ഈ XX ആക്സിന് അബൌട്ട് ആയിട്ടാണ് എനിക്ക് moment of inertia വേണ്ടത്. അതായത് moment of inertia about base. സോ moment of inertia about base നമ്മൾ parallel axis theorem യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു parallel axis theorem? IAB is equal to Ig plus AX square. Similarly, ഇവിടെ Ixx എന്ന് പറയുന്നത് എന്തായിരിക്കും? Ig1xx plus A1H1 square. അതാണ് ഫസ്റ്റ് സെക്ഷന്റെ moment of inertia. Then second simple geometric figure ന്റെ moment of inertia Ig2xx plus A2H2 square. Okay. ശ്രദ്ധിക്കുക, Ig1xx എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ moment of inertia about centroidal axis. A1 ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ. H1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ, സെൻട്രോയിഡൽ ആക്സിസ് മുതൽ റഫറൻസ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. Then Ig2xx സെക്കൻഡ് സെക്ഷന്റെ moment of inertia about centroidal axis. Clear ആയോ? Then A2 സെക്കൻഡ് സെക്ഷന്റെ ഏരിയ. H2 സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റഫറൻസ് ആക്സിസ്, അതായത് നമ്മുടെ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. Then Ig1xx എന്തായിരിക്കും? ഫസ്റ്റ് നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ ആണ് ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. moment of inertia for rectangular section about its centroidal axis 1/12 into length of side parallel to the axis. ഇവിടെ നമ്മുടെ റെഫറൻസ് ആക്സിസ് ബേസ് ആണ്. സോ ബേസിന് പാരലൽ ആയിട്ടുള്ള സൈഡ് 120 into cube of other side, that is 62. Similarly, Ig2xx moment of inertia of right angle triangle or moment of inertia of a triangle about its centroidal axis
പാരലൽ ടു ബേസ്. ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസിന് about ആയിട്ടുള്ള moment of inertia Ig2xx is equal to bh cube by 36. Then A1, A2 simply area calculation. H1 ശ്രദ്ധിക്കുക. H1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റഫറൻസ് ആക്സിസ് ആയ XX ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് 60/2. Then H2 എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ റഫറൻസ് X ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് 60 plus 60/3. Finally, AXX calculate ചെയ്യുക. Ig1xx plus A1H1 square plus Ig2xx plus A2H2 square. Okay. Then next, അടുത്ത പാർട്ടിലോട്ട് പോവാണ്. Moment of inertia about centroidal axis parallel to base. ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള moment of inertia. ശ്രദ്ധിക്കുക, സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് moment of inertia കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? Find the centroidal axis. ആദ്യം സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുക. സെൻട്രോയിഡിലൂടെയുള്ള ആക്സിസ് ആണല്ലോ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ ഗിവൺ കോമ്പോസിറ്റ് സെക്ഷന്റെ എക്സ് ബാർ ആൻഡ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് എക്സ് ബാർ ആൻഡ് വൈ ബാർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് y ബാർ കിട്ടിയിരിക്കുന്നത് 46.67 ആണ്. x ബാർ കിട്ടിയത് 53.33. അപ്പോ നമ്മൾ ഓൾറെഡി റെഫറൻസ് ആക്സിസിൽ നിന്നും 53.33 മാറിയാണ് സെൻട്രോയിഡ് കിടക്കുന്നത്. അതുപോലെ നമ്മുടെ റെഫറൻസ് x ആക്സിസിൽ നിന്നും 46.67 y ബാർ മാറിയിട്ടാണ് സെൻട്രോയിഡ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി സെൻട്രോയിഡ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? സെൻട്രോയിഡിലൂടെ രണ്ട് ആക്സിസ് വരയ്ക്കുക. അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. x സെൻട്രോയിഡിലൂടെയുള്ള രണ്ട് ആക്സിസ് ആണ് XX ആൻഡ് YY. സെൻട്രോയിഡിലൂടെയുള്ള രണ്ട് ആക്സിസ് മാർക്ക് ചെയ്തു. ആദ്യം ഞാൻ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തു. ദെൻ സെൻട്രോയിഡിലൂടെ രണ്ട് ആക്സിസ് വരച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സെൻട്രോയിഡൽ ആക്സിസ് പാരലൽ ടു ബേസ്. ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസ് ഏതാണ്? XX. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് Igxx കാൽക്കുലേറ്റ് ചെയ്യാണ്. ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് Igxx. Again, composite section moment of inertia calculate ചെയ്യാൻ use parallaxis theorem. Ig1xx plus A1H1 square plus Ig2xx plus A2H2 square. Where Ig1xx എന്ന് പറയുന്നത് എപ്പോഴും moment of inertia about centroidal axis. Already നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം തന്നെ വരും. Ig2xx കാൽക്കുലേറ്റ് ചെയ്യാം. H1 കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, H1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ നമ്മുടെ റഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് Igxx ആണ്. Igxx വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പറയുന്നത്. Okay, that is y bar minus y1. Similarly, H2 എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷന്റെ സെൻട്രോയിഡ് മുതൽ Igxx ആക്സിസ് റഫറൻസ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. That is y2 minus y bar. H1, H2 കാൽക്കുലേറ്റ് ചെയ്യുക. ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Find moment of inertia about centroidal axis parallel to base. ബേസിന് പാരലൽ ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ട് moment of inertia കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കോമ്പോസിറ്റ് സെക്ഷന്റെ moment of inertia കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. ഒന്ന് ആക്സിസ് തന്നിട്ടുണ്ടായിരിക്കും, രണ്ട് moment of inertia about centroidal axis. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഈ രണ്ട് ടോപ്പിക്കും സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക് ആണ്. സോ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.